കുറച്ച് പുതിയ ന്യൂ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ തന്നെ ഈ ഒരു സാരിയാണ് കേട്ടോ. ഇങ്ങനെ ലൈറ്റ് അടിക്കുന്നുണ്ട് അല്ലേ, ലൈൻസ് ഉള്ള സാരിയാണ് നമ്മുടെ ഫസ്റ്റ് വന്നിട്ടുള്ളത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കസവിനകത്ത് വരുന്ന ഗോൾഡ് കസവിൽ വരുന്ന സാരിയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ ഇങ്ങനെ ലൈൻസ് വരുന്ന സാരി ഉണ്ടോയെന്ന്. അപ്പോൾ ഞങ്ങൾ ലൈൻസ് വരുന്ന സാരി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, സോഫ്റ്റ് സിൽക്കിനകത്ത് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ, ടിഷ്യൂവിനകത്ത്. പിന്നെ സെക്കൻഡ് വൺ ഞാൻ ഈ ഇട്ടിരിക്കുന്നത് അത് ഭയങ്കര രസമാണ് കാണാനായിട്ട്. സ്ലീവ്ലെസ് ആട്ടെ, നിങ്ങൾക്ക് വേണമെച്ചാൽ സ്ലീവ്സ് അറ്റാച്ച് ചെയ്യാം. ഇവിടെ ഇങ്ങനെ മിറർ വർക്കൊക്കെ വരുന്ന ഒരു ഫ്രോക്ക് മോഡലുള്ള ഒരു ഡ്രസ്സാണ്. ഡ്രസ്സ് പോലെ ഫ്രോക്ക് പോലെ നല്ല ഒരു ക്യൂട്ട് ലുക്ക് തരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ. ഇതിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. ബയോയിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിനകത്തോട്ട് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. നിങ്ങൾ മെസ്സേജ് അയക്കണതിന് ഒരു മടിയും കാണിക്കണ്ട. നിങ്ങൾ എത്ര തവണ പ്രൈസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പ്രൈസ് ചോദിക്കാനായിട്ട് മടി കാണിക്കണ്ട. പിന്നെ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ചെറിയ ശബ്ദം ഉണ്ടെങ്കിൽ സോറി, നമ്മൾ വർക്ക് പ്ലേസിലാണ് കേട്ടോ, അപ്പോൾ അതിൻ്റെയാണ് ശബ്ദങ്ങൾ കേട്ടോണ്ടിരിക്കണേ. ഇനി നെക്സ്റ്റത്തെ സാരി വന്നിട്ട് ഈ കാണുന്ന സാരി, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ. ഞങ്ങനെ ഇഷ്ടപ്പെട്ട് കണ്ടപ്പോൾ നമുക്ക് കണ്ടമാടെ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ്. ഇങ്ങനെ റെഡ് കളറിലെ വർക്ക് വരുന്ന, കസവിനകത്ത് റെഡ് കളറിലെ വർക്ക് വരുന്ന ഒരു എന്താ, ഇത് കോട്ടൺ മെറ്റീരിയൽ ആണോ, കോട്ടണിനകത്ത് വരുന്ന എന്ത് കോട്ടൺ ആയിരുന്നു അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, കോട്ടൺ വീവൻ കോട്ടണോ, അങ്ങനത്തെ ഒരു കോട്ടണിനകത്ത് വരുന്ന സാരിയാണ് കേട്ടോ. ഭയങ്കര രസമില്ലയോ, എന്ത് ബ്യൂട്ടിഫുൾ. ഇങ്ങനെ ടെമ്പിളിലൊക്കെ അങ്ങനത്തെ ഒരു ടച്ച് വരണ പോലത്തെ ഡ്രസ്സ്, അങ്ങനത്തെ ടച്ച് വരണ പോലത്തെ സാരി അല്ലേ. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ എന്താണ് ബോർഡർ അല്ല, മുന്താണി പോർഷൻ വരണത്. ഇങ്ങനെ ഒരു വീവ് ചെയ്തിട്ടുള്ള, ഭയങ്കര രസമില്ലാണായിട്ട് ഇങ്ങനെ വീവ് ചെയ്തിട്ടുള്ള പോലത്തെ എന്താ പാറ്റേൺ ആണ് കേട്ടോ. ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ബ്ലൂപ്പേഴ്സ് ഒക്കെ കണ്ടുവരും. പിന്നെ അടുത്തത് വന്നിട്ട് ഒരു ചെക്ക് പോലത്തെ ഒരു സാരിയാണ് കേട്ടോ. ഞാൻ ആദ്യമേ തന്നെ സാരീസ് കാണിച്ചു തരാം. ഇത് ചെക്ക് പോലെ വരുന്ന സാരിയാണ്. പിന്നെ ഇത് അഫോർഡബിൾ ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. കോട്ടണിനകത്ത് വരണത് ബിലോ 1000 ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരണത്. ഇത് കോട്ടൺ ആണ്. എന്ത് കോട്ടൺ? ടിഷ്യൂ കോട്ടൺ അല്ലേ, ടിഷ്യൂ കോട്ടൺ വീവിങ് സാരിയാണ് കേട്ടോ. ഇത് ഭയങ്കര രസത്തിൻ്റെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ തൊട്ട് നോക്കാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. തൊട്ടൊക്കെ നോക്കിയിരുന്നെങ്കിൽ നല്ലോണം നമുക്ക് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റത്തെ സാരി. അല്ല, സാരികളൊക്കെ നമുക്ക് ആദ്യമേ കാണിച്ച് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ലോങ് വീഡിയോ ഇതിനകത്ത് നമ്മുടെ ഈ ക്ലോത്തിങ് പേജിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാവും അറിയാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ ട്രയൽ ചെയ്യാമെന്ന് വിചാരിച്ച്. സ്റ്റിക്കറൊക്കെ ഉണ്ട്. സോറി, ഇനി അത് ഇളക്കിയിട്ടൊന്നും കാണിക്കാൻ വയ്യ. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ലൈനില്ല, അതേപോലത്തെ സ്ക്വയറിൽ വരുന്ന പാറ്റേൺ ആണ് കേട്ടോ. ചെക്ക് പാറ്റേൺ ആണ്. ഇതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് കേട്ടോ, ഇങ്ങനത്തെ ചെക്ക് പാറ്റേൺ. അതും ചെറിയ ചെക്ക് പാറ്റേണാണ് ഞാൻ എടുത്തത്. ചെറുതാകുമ്പോഴേക്കും നല്ല എലഗൻ്റ് ആയിട്ടുണ്ടാവും. ചെറിയ ഇങ്ങനത്തെ വരകളാകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് വണ്ണുള്ളവരാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒന്ന് മൊത്തത്തിൽ ഒതുങ്ങി നല്ല ഒരു രസമായിട്ട് ഇങ്ങനെ ഒതുക്കി കാണിക്കാൻ ഹെൽപ്പ് ചെയ്യും ഈ ഒരു പാറ്റേണിലുള്ള സാരിയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റത്തെ സാരി. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഫോട്ടോയോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്ത് ഡീറ്റെയിൽസ് ചോദിക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ഈ കാണുന്ന ഒരു സാരിയാണ്. ഇത് ഓഫ് വൈറ്റ് കസവ് മോഡൽ, ഓഫ് വൈറ്റിനകത്ത് ഇങ്ങനത്തെ ഒരു ഫ്ലോറൽ ഡിസൈൻ വരുന്ന സാരിയാണ് കേട്ടോ. ഓഫ് വൈറ്റ് അല്ലേ, ഒരു ഓഫ് വൈറ്റ് പോലത്തെ കളറല്ലേ, ഒരു ഇച്ചിരി ഇങ്ങനെ എന്താ ടിഷ്യൂ പോലത്തെ നിങ്ങൾക്ക് ഓണത്തിനൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള സാരിയാണ്. ഇങ്ങനെ ഇവിടെ ഇതിനകത്ത് ചെറിയ പൂക്കളും വെളിയിൽ വലിയ പൂക്കളാണ്. നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് അറിയേണ്ടതെന്ന് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. എനിക്കിതിങ്ങനെ പറഞ്ഞ് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കണ്ടോ, നോക്ക്, ഞാൻ ഈയിടെയായിട്ടുണ്ടല്ലോ ഇച്ചിരി സാരി ഒബ്സസ്ഡ് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്കിപ്പോൾ സാരീനോട് ഭയങ്കര ഇഷ്ടം. ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സാരി എടുത്താൽ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇൻഡിഗോ സാരി എടുത്തേ. ഈ കണ്ട സാരി എനിക്ക് കണ്ട മാത്രമേ ഇഷ്ടപ്പെട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ലിനൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു കോട്ടൺ എടുക്കാം. ലിനനാന്ന് തോന്നുന്നു കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ള. കോട്ടൺ അത്ര ഇതില്ല, പക്ഷെ ഭയങ്കര രസമില്ലേ. ഇത് ഞാൻ എടുത്തിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. ഇത് ഞാൻ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഹക്കോബയുടെ ബ്ലൗസും കൂടിയിട്ട് പെയർ ചെയ്യാമെന്നാണ് വിചാരിക്കണത്. രസമില്ല കാണാൻ. ഞാനിത് ഇടുന്നതുകൊണ്ട് ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് എക്സ്ട്രാ ഞാൻ 2-3 പീസ് മാത്രം എടുത്തിട്ടുണ്ട്.
അതിൽ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് വേണ്ടി പേഴ്സണലായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത വന്നിട്ട് ഈ ഒരു സാരിയാണ് കേട്ടോ. ഇത് ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള വിചിത്ര സിൽക്കിൽ വരുന്ന സാരിയാണ്. ഇതിൻ്റെ ഈ ഒരു എൻഡ് പോർഷനിൽ ഇങ്ങനത്തെ ഒരു ടസിൽ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് ബ്ലൗസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസം ഉണ്ടാവും കേട്ടോ. ഇത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് എല്ലായിടത്തും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇത് അഫോർഡബിളും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ മേടിക്കാൻ താല്പര്യമെങ്കിൽ മെസ്സേജ് അയക്കാം. രസമില്ലേ? ഇനി നമ്മളൊരു സെറ്റ് മുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കുറേ പേര് സെറ്റ് മുണ്ടില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓണത്തിനൊന്നും സെറ്റ് മുണ്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. ഇത്തവണ ഞാൻ വെച്ചാൽ നമുക്ക് സെറ്റ് മുണ്ട് കൊണ്ടുവന്നേക്കാം. അതുകൊണ്ട് ഇത് ഡബിളാണ്. ഡബിൾ സെറ്റ് മുണ്ട്, അങ്ങനത്തെ സെറ്റ് മുണ്ടാണ് കേട്ടോ. അത് ഈ നോർമലായിട്ടുള്ള കാഷ്വൽ ആയിട്ടുള്ള എന്തുവാ കസവിൻ്റെ വരണ സെറ്റ് മുണ്ടാണ്. ഓക്കെ, സെറ്റ് മുണ്ടിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടേ ഇല്ല. ഞാൻ ഉടുക്കണം എന്നെ പണ്ടെപ്പോഴും ഒരു തവണ ഉടുത്തിട്ടുണ്ട് തോന്നുന്നു, അല്ലാതെ ഉടുത്തിട്ടേ ഇല്ല. ഇനി അടുത്ത വന്നിട്ട് കുർത്തയാണ് കേട്ടോ. ഈ ഒരു കുർത്ത ടോപ്പ്, ഇതും ഇങ്ങനെ കസവിനകത്ത് വരുന്ന കുർത്ത ടോപ്പാണ്. ഈ ഒരു നെക്ക് പോർഷനിൽ വി നെക്കും ഇവിടെ കുറച്ചിങ്ങനെ സ്വീക്വൻസിൻ്റെ വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും വരുന്നുണ്ട് കേട്ടോ. റിയൽ ആയിട്ടുള്ള മിറർ വർക്കാണ്. ഈ ഒരു എന്താ യോക്കിൻ്റെ പോർഷനില്ലേ, ആ ഒരു പോർഷനിൽ ഇങ്ങനെ ചെറിയ ചെറിയ സ്വീക്വൻസ് വർക്ക് വരുന്നുണ്ട്. അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള ചുരിദാറാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്താ? സിൽക്ക്. ഇനി അടുത്ത് വന്നിട്ട് ഇങ്ങനത്തെ ഒരു ഫ്രോക്കാണ് കേട്ടോ. ഇത് നല്ല രസമല്ലേ കാണാനായിട്ട്? ഇങ്ങനെ ഒരു ഫ്ലോറൽ വർക്ക് വരുന്ന ഒരു ഫ്രോക്ക് പോലുള്ള ഡ്രസ്സാണ്. നിങ്ങൾ ഇതിങ്ങനെ സ്റ്റൈൽ ചെയ്തൊക്കെ ഇടാന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. ചെറിയ പഫ് സ്ലീവ്സ് ആണ് വരുന്നത്. ഇപ്പോൾ പഫ് സ്ലീവ്സ് വീണ്ടും ട്രെൻഡിലോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പഫ് സ്ലീവ്സ് ആണ് ഉള്ളത്. പിന്നെന്താ ഓർഗാൻസ മെറ്റീരിയൽ ആണ്. ഈ ഓർഗാൻസയ്ക്ക് നമുക്ക് കുറേ എൻക്വയറി വരാറുള്ളതാണ് കേട്ടോ. ഓർഗാൻസ മെറ്റീരിയൽ ഇത് അങ്ങനത്തെ മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന് ലൈനിങ് ഉണ്ട് എൻ്റെ അടിയിൽ. ഓക്കെ, എന്നാൽ ചെറുതായിട്ട് നെടിലടിക്കുമോ? ഇല്ലല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റത്തെ ഡ്രസ്സ്. ഇതൊരു ഹക്കോബ മെറ്റീരിയലിനകത്ത് വരുന്ന ഡ്രസ്സാണ്. ഇതിൻ്റെ നെക്കാണ് കേട്ടോ ഹൈലൈറ്റ്. ഡ്രസ്സിൽ നെക്ക് കാണാനായിട്ട് ഇങ്ങനെ വരുന്ന നെക്ക്. പിന്നെ ഇത് നോർമൽ ഫ്രോക്ക് ഡ്രസ്സ് ഇത്രയുള്ള ഡ്രസ്സാണ് കേട്ടോ. ഇത് എസ് അവൈലബിൾ ആണോ ഇതിനകത്ത്? M2XXL ആണ്. ഏതൊക്കെ സൈസാണ് അവൈലബിൾ ഉള്ളതെന്നൊക്കെ നിങ്ങൾ നമുക്ക് മെസ്സേജ് അയച്ചിരുന്നാൽ മതി. ഇനി നമ്മുടെ നെക്സ്റ്റത്തത് ഈ കാണുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. ഹക്കോബയുടെ ടോപ്പും അതുപോലെ ഈ ഒരു ഇതിനെന്താ പറയുക, കലങ്കാരി എന്നാണോ ഇതിനെ പറയുക? കലങ്കാരി മോഡലിലുള്ള ഒരു സ്കേർട്ടും ആണ് കേട്ടോ വരണത്. കണ്ടോ, നമ്മുടെ പഴയ ഒരു മോഡൽ, ഇപ്പോൾ പഴയ ട്രെൻഡൊക്കെ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. ഇതാണ് നമ്മുടെ വേണം ചില ഓണത്തിനും ഇടാല്ലേ സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ. നിങ്ങൾക്ക് ഒരു എനർജറ്റിക് ആവും. ശബ്ദമൊക്കെ എടുക്ക്. എന്താണ് അവിടെ നിന്ന് വേറൊരു ശബ്ദം? ഇനി അടുത്ത വരുന്നത് ഈ കാണുന്ന സ്കേർട്ട് ആൻഡ് ടോപ്പാണ് കേട്ടോ. അജ്രക്ക് വർക്ക് വരണ ഈ ഒരു യോക്ക് പോർഷനിൽ അജ്രക്കിൻ്റെ വർക്ക് വരണേ. പിന്നെ മിററൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മിറർ കൊടുത്തിട്ടുണ്ട്, കുറച്ച് സ്വീക്വൻസ് വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ്സ് ഇങ്ങനത്തെ ഒരു 3/4 ആയിട്ടുള്ള സ്ലീവ്സിൻ്റെ എൻഡ് പോർഷനിൽ സെയിം ആ ഒരു വർക്ക് കൊടുത്തിരിക്കണേ. പിന്നെ സ്കേർട്ട് വന്നിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ടിഷ്യൂവിൽ വരുന്ന നോർമൽ ആയിട്ടുള്ള സ്കേർട്ടാണ്. അത്യാവശ്യം നല്ല വിരിവൊക്കെ ഉള്ള സ്കേർട്ടാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ചിട്ട് മേടിക്കാം. റെഡി ടു വെയർ ആയിട്ടുള്ള സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഇനി അടുത്തത് ഈ കാണുന്ന ഒരു സൽവാർ സ്യൂട്ടാണ്. ഇതും 3 പീസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഷോൾ വന്നിട്ട് ഇതേപോലത്തെ ഫ്ലോറൽ വർക്ക് വരുന്ന ഷോളാണ്. പിന്നെ ഇതിൻ്റെ നെക്ക് പോർഷനിലാണെങ്കിൽ നിറയെ ഇങ്ങനത്തെ ഒരു മൊത്തത്തിൽ ഫ്ലോറൽ വൈബാണ് ഇതിൻ്റെ വരുന്നത്. നെക്ക് ഈ ഒരു വി അല്ല യു കൈൻഡ് ഓഫ് വി. ഇതിനെന്താ നെക്കിന് വല്ല പേരുണ്ടോ? നോർമൽ യൂനെക്കും പിന്നെ ഒരു ചുനിപ്പും അതേപോലത്തെ ഒരു നെക്കാണ് വരുന്നത്. ഹക്കോബ മെറ്റീരിയൽ ആണ്. ഇതിൻ്റെ ഈ ഒരു എൻഡ് പോർഷനിൽ നെറ്റിനകത്ത് ഇപ്പം ഇത് ട്രെൻഡാണ് കേട്ടോ. ഇങ്ങനെ ഈ നെറ്റിനകത്ത് വരുന്ന ത്രെഡ് വർക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. മിക്കതിനകത്തും കാണാം. അതേ സാധനം തന്നെയാണ് എൻഡ് പോർഷനകത്തും വരണത്. ഓക്കെ, ഈ ഹക്കോബയും ഭയങ്കര കംഫർട്ടബിൾ ആണ്. നിങ്ങൾക്ക് മെറ്റീരിയലിനെ കുറിച്ച് അറിയുന്ന ആളുകളാണെങ്കിൽ അറിയാൻ പറ്റും. ഹക്കോബ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ ആ രീതിയിൽ ഇപ്പോൾ എല്ലാവരും ഇടുന്നതാണ് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളതും കൂടിയിട്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഇടാനായിട്ട് പ്രിഫർ ചെയ്യണത്. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഇനി അടുത്തത് ഈ കാണുന്ന ഒരു വൈറ്റ്. ഇത്തവണത്തെ ഇത് ഞാൻ ഫുള്ള് വൈറ്റ് കാണിക്കണം. നമ്മളിപ്പോൾ ഓണം അതുപോലെ ഫെസ്റ്റീവ് സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ. ഫെസ്റ്റീവ് സീസണിൽ എല്ലാവരും അങ്ങനത്തെ കുറച്ചൊരു ഓഫ് വൈറ്റ് ലൈറ്റ് ഒരു അങ്ങനെ മനസ്സിന് കുളിർമ തോന്നുന്ന പോലത്തെ കളേഴ്സ് അല്ലേ സെലക്ട് ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ കൂടുതൽ വൈറ്റ് കളേഴ്സ് കാണിക്കണത്. ഇതാണ് നമ്മുടെ നെക്സ്റ്റത്തെ ഔട്ട്ഫിറ്റ്. ഇതുണ്ടല്ലോ, ഇത് ഞാൻ മേടിക്കുന്ന ടൈമിൽ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹീരാമണ്ടി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡ്രസ്സുകളാണ്. വൈറ്റ് പ്രിഫർ ചെയ്യുന്ന എല്ലാ പരിപാടികൾക്കും ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇത്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു മിറർ വർക്ക് പോലത്തെ വർക്ക് വരുന്നുണ്ട്. ഫുള്ള് ത്രെഡ് വർക്കാണ് കേട്ടോ ഈ ഒരു യോക്ക് പോർഷനിൽ വരുന്നത്. ഇതിൻ്റെ ഷോൾ ആണെന്നുണ്ടെങ്കിലും നോർമൽ ആയിട്ടുള്ള കുറച്ചിങ്ങനെ പ്രിന്റഡ് വർക്ക് വരുന്ന ഒരു ഷോളാണ് കേട്ടോ ഇതിന് വരണേ.
ഇനി അടുത്തത് ഈ ഒരു കുർത്ത ടോപ്പാണ്. ഇതൊരു ഗൗൺ മോഡൽ കുർത്തയാണ് കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇതിങ്ങനെ ഒരു മൾട്ടി കളറാണ് വന്നിട്ടുള്ളത് സെൻറ്റർ പോർഷനിൽ. എന്നിട്ട് ഇതിങ്ങനെ താഴെ വരെ ഇതേപോലെയാണ് കേട്ടോ വരണേ. എന്നിട്ട് എൻ്റെ പോർഷനിൽ ഇതേ ഇങ്ങനത്തെ ഒരു ചെറിയൊരു എന്താ പറയുക സ്ലിറ്റ് ഉണ്ട് ഇതിൻ്റെ ഈ ഒരു എൻഡ് പോർഷനിൽ. ഒരു എലഗൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഇങ്ങനെ സിംഗിളായിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഇവിടെ വേണമെങ്കിൽ ഒരു ബെൽറ്റ് വെച്ചിട്ടൊക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ഇതിൻ്റെ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ പ്രീമിയം കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ. നമുക്കിങ്ങനെ ചൂടൊന്നും എടുക്കാത്ത രീതിയിലുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ. പിന്നെ ഡീപ്പായിട്ടുള്ള യൂനെക്ക്. ഇനി അടുത്ത വന്നിട്ട് ഇതേപോലത്തെ ഒരു കുർത്ത കാറ്റഗറിയിൽ വരുന്ന ഒരു കോട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇത് കുർത്ത കാറ്റഗറിയിൽ വരുമോ? ഒരു ഡ്രസ്സ് ഇത് നോർമലായിട്ടുള്ള ഒരു എന്താ ഫ്രോക്ക് പോലത്തെ ഡ്രസ്സ്, ഇവിടെ എലാസ്റ്റിക് ഉള്ളത്, അതിൻ്റെ മേലെ ഓവർ കോട്ട്. പക്ഷെ ഇതിങ്ങനെ ട്രെൻഡി ആയിട്ടൊക്കെ നമുക്കിങ്ങനെ ഓണത്തിന് സ്റ്റൈലൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ ഇത്. വെഡ്ഡിങ്ങിനും ശരി, ഇപ്പം വെഡ്ഡിങ് സീസണും കൂടിയിട്ടാണല്ലോ അല്ലേ. അപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ കൂടി ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു ഇവിടെ ടസിൽ വർക്കൊക്കെ വന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇനി അടുത്തത് ഈ ഒരു ധാവണി സെറ്റാണ് കേട്ടോ. ഈ ഒരു ടിഷ്യൂ കസവിനകത്ത് വരുന്ന ധാവണി സെറ്റ്. ഇതിൻ്റെ എൻഡ് പോർഷനകത്ത് ഇതേപോലത്തെ ഒരു വർക്കാണ് കേട്ടോ വരണത്. കണ്ടാൽ നല്ല രസമില്ലേ ഇതേപോലത്തെ ഒരു വർക്ക്. പിന്നെ ഇതിൻ്റെ ഷോൾ ഇതേപോലെ, ഷോളല്ല നമ്മുടെ ദുപ്പട്ട ഇങ്ങനെ ചുറ്റി കിട്ടത്തില്ല, ആ ദുപ്പട്ട ഇതേപോലത്തെ ഒരു കസവ്, ഗോൾഡൻ കസവ് വന്നിട്ട് എൻഡ് പോർഷനകത്ത് ഈ കലംകാരിയാണത്, കലംകാരിയല്ലേ, കലംകാരി വർക്ക് എൻഡ് പോർഷനകത്ത് വരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ ഇതിനുള്ളത്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് നോർമൽ കലംകാരി ബ്ലൗസ്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യാത്ത കേട്ടോ, നമുക്കിങ്ങനെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റിച്ച് ചെയ്യാത്ത മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുവരാൻ. അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നോക്കട്ടെ, നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ പറയും. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാത്ത മെറ്റീരിയൽ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത്. ഇനി അടുത്ത വന്നിട്ട് ഈ കാണുന്ന ഒരു സൽവാർ സ്യൂട്ടാണ് കേട്ടോ. ഇതൊരു ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന ഒരു സൽവാർ സ്യൂട്ടാണ്. ഇതിൻ്റെ ഷോൾ ഇത് ഇങ്ങനത്തെ ഒരു നല്ല ലെങ്ത് ഉള്ള ഷോളാണ് കേട്ടോ ഇതിന്. പിന്നെ ഇതിൻ്റെ ഈ ഒരു യോക്ക് പോർഷനിൽ ഇതേപോലത്തെ ഒരു വർക്ക് വരുന്നുണ്ട്. പൈപ്പ് വർക്കാണ് കേട്ടോ ഇതിൻ്റെ ഈ ഒരു കഴുത്തിലൊക്കെ കൊടുത്തിട്ടുള്ള പൈപ്പ് വർക്കാണ് കൊടുത്തേക്കണത്. പിന്നെ ഇത് സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ് കേട്ടോ, സ്ലിറ്റ് ഇല്ലാത്ത മോഡലാണ്. സൈസസ് നമുക്ക് M2XXL സൈസ് അവൈലബിൾ ആണ് അല്ലേ. M2XXL അല്ലേ ഇതിനകത്തുള്ള 3-piece സെറ്റാട്ടോ. ഇതിന് വേറൊരു കളർ ചേഞ്ചും കൂടി നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു മെറൂൺ കളർ ഉണ്ട്, അതുപോലെ ഈ ഒരു ബ്ലൂ കളർ ഉണ്ട്. ഈ 2 കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് ഇവിടെയുള്ള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഡ്രസ്സാട്ടോ, നല്ല ഇതാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്കും ഇഷ്ടമായോ എന്നുള്ളത് പറയൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട്, എല്ലാം കൂടി കാണിക്കണമെന്ന് ഇത് ഭയങ്കര വലിയ വീഡിയോ ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം, അതല്ലെങ്കിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള കോഡ് നമുക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കാം, അതല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പർ ഇല്ലേ, ആ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ എത്ര തവണ നിങ്ങൾ പ്രൈസ് ചോദിച്ചാലും നമുക്ക് ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ഡീറ്റെയിൽസ് ആണോ അറിയാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചോദിക്കാം. പ്രൈസ് ആണെങ്കിലും ശരി, മെറ്റീരിയൽ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ബൈ.